ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൗരികുണ്ടിലാണ്. ഗൗരികുണ്ടിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരു ഉഷ്ണജല നിരോധനമുണ്ട്. പിന്നെ ഗൗരി ദേവിയുടെ മന്ദിറുണ്ട്, ഗണപതിയുണ്ട്, ശിവനുണ്ട്, എല്ലാവരുടെ അമ്പലങ്ങളുമുണ്ട്. ഇവിടെ തൊഴുതിട്ട് ആണ് നമ്മൾ മലകയറ്റം തുടങ്ങുന്നത്. ഇത് നമ്മൾ മന്ദാകിനി നദിയാണ് കാണുന്നത്. വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഒഴുകുന്ന മന്ദാകിനി നദി. കുളിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരും കയറി കുളിക്കുന്നുണ്ട്. കാരണം ഈ നമ്മുടെ നാട്ടിലെ പുഴകളെ പോലെയല്ല, പെട്ടെന്ന് രൗദ്രഭാവം പോകുന്നു. അതാണ് ഇതിൻ്റെ ഒരവസ്ഥ. ഇതാണ് ഗൗരി കുണ്ടിലെ ഗൗരി ദേവി മന്ദിർ. ഇവിടെ ഗണപതിയുണ്ട്, ശിവനുണ്ട്, ഗൗരി ദേവിയുണ്ട്. ഗൗരി ദേവിയെ തൊഴുതിട്ട് വേണം കേദാർനാഥിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങാൻ. അതുപോലെ തന്നെ ഗൗരി കുണ്ടിലെ തീർത്ഥത്തിൽ ഒന്ന് കാലും മുഖവും കഴുകി അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെയാണ്. ഇവിടെ ഉഷ്ണജല നീരുറവയാണ്. മന്ദാകിനിയുടെ തൊട്ടടുത്ത് കൂടി ഒഴുകുന്ന ഉഷ്ണജല നീരുറവ. മന്ദാകിനി ആ ദൂരെ കാണാം. ഉഷ്ണജല നീരുറവ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കുണ്ടുണ്ട്. ആ കുണ്ടിലാണ് ഉള്ളത്. ഗൗരിക്കുണ്ടെന്ന് പറയും. അതിനാണ് ഗൗരിക്കുണ്ടെന്ന് പറയുന്നത്. ഇത് ആണ് ഞാൻ നടക്കാൻ പോകുന്നത്. കേദാർനാഥ് ട്രക്കിങ്ങിലേക്ക് പോവുകയാണ് ഞാൻ.